Good morning. Today we are going to discuss functional relationships. We have already studied various technical terms. By using this, we have to derive equations to solve the problems. നമ്മൾ ഒരുപാട് ടെക്നിക്കൽ ടേംസ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. അപ്പോൾ ഈ ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യണം, അഥവാ ഫങ്ഷണൽ റിലേഷൻഷിപ്സ് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ, ജി, ഡബ്ല്യു ആൻഡ് എസ്. ഓക്കെ, വാട്ട് ഈസ് ഇ? ഇ എന്താണ്? വോയിഡ് റേഷ്യോ. ജി സ്പെസിഫിക് ഗ്രാവിറ്റി. ഡബ്ല്യു അല്ലെങ്കിൽ ഒമേഗ എന്താണ്? വാട്ടർ കണ്ടന്റ്. എസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഡയഗ്രാം കൺസിഡർ ചെയ്യാം. ഇവിടെ സോളിഡ്സ് ഉണ്ട്, വോയിഡ്സ് ഉണ്ട്. സോളിഡ്സിന്റെ വോളിയം 1 കൊടുത്തിട്ടുണ്ട്, വോയിഡ്സിന്റെ മൊത്തത്തിലുള്ള വോളിയം E എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സോയിൽ എലമെന്റിന്റെ ടോട്ടൽ വോളിയം അപ്പോൾ 1 + E. വാട്ടറിന്റെ മാത്രം വോളിയം എന്ന് പറയുന്നത് EW. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഓഫ് സാച്ചുറേഷന്റെ ഇക്വേഷൻ എഴുതുന്നു. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ്. അതാണ് VW/VV. ഇതിലെ വാട്ടറിന്റെ വോളിയം എന്താണ്? ഡയഗ്രത്തിൽ കിട്ടുന്നത് EW. PW ഇവിടെ കൊടുക്കുന്നു. ഇനി വോളിയം ഓഫ് വോയിഡ്സ് എന്താണ്? ഡയഗ്രത്തിൽ E. അതാണ് ഇവിടെ E എന്ന് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് EW = ES എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വാട്ടർ കണ്ടന്റ് നോക്കണം. വാട്ടർ കണ്ടന്റിന്റെ ഇക്വേഷൻ എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ടു വെയിറ്റ് ഓഫ് സോളിഡ്സ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടറിനും വെയിറ്റ് ഓഫ് സോളിഡ്സിനും നമുക്ക് ഓരോ ഇക്വേഷൻ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് യൂണിറ്റ് വെയിറ്റ് = വെയിറ്റ് ബൈ വോളിയം എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇതിൽ നിന്ന് വെയിറ്റ് = എന്തായിരിക്കും? യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം ആയിരിക്കും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ എന്തായിരിക്കും? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ അല്ലേ? അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്തായിരിക്കും? യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ഇൻറ്റു വോളിയം ഓഫ് സോളിഡ്സ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ. അതാണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. അതുപോലെ കിട്ടും വോളിയം ഓഫ് വാട്ടർ ഡയഗ്രത്തിൽ നമുക്ക് EW എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഇനി വെയിറ്റ് ഓഫ് സോളിഡ്സിന്റെ അവിടെ നമ്മൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് അതുപോലെ ഇടുന്നു. വോളിയം ഓഫ് സോളിഡ്സ് നമുക്ക് ഡയഗ്രത്തിൽ എന്തെന്ന് കിട്ടുന്നു? 1 എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് വാട്ടർ കണ്ടന്റിൽ കിട്ടുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ടു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ അല്ലെ? അതിൽ നിന്ന് ഗാമ S = എന്തെന്ന് കിട്ടുന്നു? G × ഗാമ W. അതാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ വാട്ടർ കണ്ടന്റിന്റെ ഇക്വേഷൻ ഒന്നും കൂടെ എടുത്ത് എഴുതുക. അതായത് വാട്ടർ കണ്ടന്റ് = EW ഗാമ W ഡിവൈഡഡ് ബൈ 1 × ഗാമ S ആയിരിക്കും. അതിൽ EW/ഗാമ W എന്നുള്ളത് അതുപോലെ തന്നെ എഴുതുക. ഗാമ എസിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? G ഗാമ W എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഗാമ W എന്നുള്ളത് കട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ വാട്ടർ കണ്ടന്റ് = എന്തെന്ന് കിട്ടും? EW/G എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് EW = നമുക്ക് എന്ത് എഴുതാം? G × വാട്ടർ കണ്ടന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ EW ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, EW ഇവിടെയും ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് രണ്ടിന്റെയും ലെഫ്റ്റ് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിട്ട് എഴുതാൻ സാധിക്കും. അതായത് ES = എന്തായിരിക്കും? GW ആയിരിക്കും. അതിൽ നിന്നും E = എന്തെന്ന് കിട്ടും? GW/S എന്ന് എഴുതാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. E = GW/S എന്നുള്ളതാണ് ഇയും ജിയും ഒമേഗയും എസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. E എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ, G സ്പെസിഫിക് ഗ്രാവിറ്റി, W അല്ലെങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് നോക്കാം. അത് Na, AC അതുപോലെ തന്നെ Na. ഇവർ മൂന്നും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ്. എന്താണ് Na? Na എന്തായിരുന്നു? പെർസെന്റേജ് എയർ വോയിഡ്സ്. ഓക്കെ, AC എന്ന് പറഞ്ഞാൽ എയർ കണ്ടന്റ്, അതുപോലെ N എന്ന് പറഞ്ഞാൽ പോറോസിറ്റി. ഓക്കെ അല്ലേ? നമ്മൾ എന്ത് ചെയ്യാം? N × AC കണ്ടുപിടിക്കുക. N ന്റെ ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം. ഓക്കെ, ഇൻറ്റു എയർ കണ്ടന്റിന്റെ ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇത്
ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ വോളിയം ഓഫ് വോയിഡ്സ് ഉണ്ട്, ഇവിടെയും വോളിയം ഓഫ് വോയിഡ്സ് ഉണ്ട്. അപ്പൊ അത് രണ്ടും കട്ട് ചെയ്ത് പോകും. ബാക്കി വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം അല്ലേ. വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം എന്താണ്? നമ്മുടെ പെർസെന്റേജ് എയർ വോയിഡ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്? പോറോസിറ്റി ഇൻറ്റു എയർ കണ്ടന്റ് ഈക്വൽ ടു പെർസെന്റേജ് എയർ വോയിഡ്സ്. അതായത് NA ഈക്വൽ ടു N ഇൻറ്റു AC. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്, പ്രോബ്ലംസിലൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് ഗാമ ഡി ജി ഗാമ ഡബ്ല്യു അതുപോലെ ഇയും വരുന്നുണ്ട്. ഗാമ ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, ജി സ്പെസിഫിക് ഗ്രാവിറ്റി, ഗാമ ഡബ്ല്യു വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ്, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് റേഷ്യോ. ഓക്കെ അല്ലേ? നമുക്ക് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ ടോട്ടൽ വോളിയം. അപ്പോൾ നമുക്ക് അതിൽ വെയിറ്റ് ഓഫ് സോളിഡ്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇവിടെ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്, ഗാമ എസ് ഇൻറ്റു വി എസ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടോട്ടൽ വോളിയം എന്നുള്ളത് നമ്മൾ അതുപോലെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ ഡി ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ്സ് എന്താണ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്നത്? 1 ഇൻറ്റു ഗാമ എസ് ബൈ വി എന്താണ്? ടോട്ടൽ വോളിയം ഡയഗ്രത്തിൽ നിന്ന് 1 പ്ലസ് ഇ എന്ന് കിട്ടുന്നു. അപ്പോൾ 1 ഇൻറ്റു ഗാമ എസ് ബൈ 1 പ്ലസ് ഇ. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു, അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ടു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. അതിൽ നിന്ന് ഗാമ എസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ജി ഗാമ ഡബ്ല്യു അല്ലെ. നമ്മുടെ ഈ ഇക്വേഷനിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഗാമ ഡി ഈക്വൽ ടു ഗാമ എസിന് പകരം ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. ഇതാണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഗാമ സാച്ചുറേറ്റഡ് ജി ഗാമ ഡബ്ല്യു അതുപോലെ ഇയും തമ്മിലുള്ളതാണ്. ഗാമ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്, ജി സ്പെസിഫിക് ഗ്രാവിറ്റി, ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് റേഷ്യോ. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗാമ സാച്ചുറേറ്റഡ് നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. അതിൽ സെയിം സ്റ്റെപ്പ് തന്നെയാണ്, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഈ ഇക്വേഷനിൽ ജിയുടെ കൂടെ എക്സ്ട്രാ ഒരു ഇയും കൂടെ വരുന്നുണ്ട്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഗാമ സാച്ചുറേറ്റഡ് ഈക്വൽ ടു ജി പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഫിഫ്ത്ത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഗാമ ജി ഇ ഗാമ ഡബ്ല്യു ആൻഡ് എസ്. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, അതർവൈസ് നോൺ ആസ് മോയിസ്റ്റ് യൂണിറ്റ് വെയിറ്റ്, ജി സ്പെസിഫിക് ഗ്രാവിറ്റി, ഇ വോയിഡ് റേഷ്യോ, ഗാമ ഡബ്ല്യു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആൻഡ് എസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അപ്പോൾ ഈ ഡ്രൈ യൂണിറ്റ് വെയിറ്റിന്റെ സെയിം പാറ്റേണിലുള്ള അടുത്ത ഇക്വേഷൻ ആണ് നമ്മുടെ ബൾക്ക് യൂണിറ്റ് വെയിറ്റിനുള്ളത്. ഇവിടെ ജിയുടെ കൂടെ പ്ലസ് ഇ എസ് എന്നും കൂടെ ഉണ്ടാകും. സെയിം സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്റ്റെപ്സ് പറയുന്നില്ല, ഡയറക്റ്റ് ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. ഗാമ ഈക്വൽ ടു ജി പ്ലസ് ഇ എസ് ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. ഈ ഇക്വേഷനിൽ നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷന് 1 എന്ന് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഗാമ സാച്ചുറേറ്റഡ് ഇക്വേഷൻ ജി പ്ലസ് ഇ ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് സിക്സ്ത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഗാമ ഡാഷ് ജി ആൻഡ് ഇ. ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ്, ജി സ്പെസിഫിക് ഗ്രാവിറ്റി, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് റേഷ്യോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഗാമ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റിൽ നിന്ന് വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഗാമ സാച്ചുറേറ്റഡിന്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ ഉണ്ട് അല്ലേ, ജി പ്ലസ് ഇ ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, മൈനസ് ഗാമ ഡബ്ല്യു. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? ഇതിൽ നിന്നും നമ്മൾ ഗാമ ഡബ്ല്യുവിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗാമ ഡാഷ് ഈക്വൽ ടു ജി മൈനസ് 1 ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. അത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും. ഇനി സെവൻത്ത് റിലേഷൻഷിപ്പ് ആണ് ഗാമ ഡി ഗാമ ആൻഡ് ഡബ്ല്യു. പ്രോബ്ലത്തിലേക്ക് ആവശ്യമായിട്ട് വരുന്ന അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, ഗാമ ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, ഗാമ ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ വാട്ടർ കണ്ടന്റിന്റെ ഇക്വേഷൻ ആണ് വെയിറ്റ് ഓഫ് വാട്ടർ ടു വെയിറ്റ് ഓഫ് സോളിഡ്സ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? 1 പ്ലസ് ചെയ്യുക. അപ്പോൾ 1 പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ടു വെയിറ്റ് ഓഫ് സോളിഡ്സ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ 1 പ്ലസ്
W ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടറും വെയിറ്റ് ഓഫ് സോളിഡ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ടോട്ടൽ വെയിറ്റ്, അതാണ് ക്യാപിറ്റൽ ലെറ്റർ W ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് അതുപോലെ കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് വെയിറ്റ് ഓഫ് സോളിഡ്സ് നമ്മൾ എടുത്തെഴുതുന്നു. വെയിറ്റ് ഓഫ് സോളിഡ്സ് ഈക്വൽ ടു വെയിറ്റ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് W. ഓക്കെ, അപ്പോൾ ഇതാണ് വെയിറ്റ് ഓഫ് സോളിഡ്സിന്റെ ഇക്വേഷൻ. അത് രണ്ടും സിമിലർ ടൈപ്പ് ഇക്വേഷൻ ആണ്. ഓക്കെ ആണല്ലോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഒരുള്ള അടുത്ത ഫൈനൽ റിലേഷൻഷിപ്പ് ആണ് ES ആൻഡ് NA. E എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ, S ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, NA എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എയർ വോയിഡ്സ്. ഓക്കെ ആണല്ലോ? ഇതിൽ പെർസെൻറ്റേജ് എയർ വോയിഡ്സിന്റെ ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് എയർ വോയിഡ്സ് ടു ടോട്ടൽ വോളിയം. ഓക്കെ, അതിൽ നിന്ന് വോളിയം ഓഫ് എയർ വോയിഡ്സ് എന്താണ്? എയർ വോയിഡ്സിന്റെ വോളിയം എന്താണ്? ഇപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ വോയിഡ്സിന്റെ വോളിയം E എന്നുണ്ട്, വാട്ടറിന്റെ വോളിയം EW എന്നുണ്ട്. അപ്പൊ എയർ വോയിഡ്സിന്റെ മാത്രം വോളിയം എന്തായിരിക്കും? E മൈനസ് EW. ടോട്ടൽ V എന്താണ്? 1 പ്ലസ് E. 1 പ്ലസ് E എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് EW ഈക്വൽ ടു ES എന്നുള്ള ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്യുക? EW പകരം ES എന്നുള്ള ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? E-നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? NA ഈക്വൽ ടു E ബൈ 1 പ്ലസ് E ഇൻറ്റു 1 മൈനസ് S. അപ്പൊ അതാണ് Eയും Sഉം NAയും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ വാട്ടർ കണ്ടന്റ് പഠിച്ചു. വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്, അത് പെർസെൻറ്റേജിലായിരിക്കും, അതുകൊണ്ടാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചു. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ടു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് നമുക്ക് യൂണിറ്റ് ഇല്ല. പിന്നെ നമ്മൾ മൂന്നാമത് പഠിച്ചത് ഡെൻസിറ്റിയും അതുപോലെ തന്നെ യൂണിറ്റ് വെയിറ്റും ആണ്. ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് ബൈ വോളിയം, യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വെയിറ്റ് ബൈ വോളിയം. ഇതിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 gram per centimeter cube അല്ലെങ്കിൽ 1000 kilogram per meter cube. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 9.81 kilonewton per meter cube. അപ്പോൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് വെയിറ്റിന്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. പൊറോസിറ്റി ആവുമ്പോൾ N, വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ആയിരിക്കും. ഇനി E തന്നു കഴിഞ്ഞാൽ എങ്ങനെ N കണ്ടുപിടിക്കാം, N തന്നു കഴിഞ്ഞാൽ എങ്ങനെ E കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. N ഈക്വൽ ടു E ബൈ 1 പ്ലസ് E, E ഈക്വൽ ടു N ബൈ 1 മൈനസ് N. നെക്സ്റ്റ് ടേം ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ടു ദി വോളിയം ഓഫ് വോയിഡ്സ്. എപ്പോഴും പെർസെൻറ്റേജിലാണ് പറയുക. അതിന്റെ വാല്യൂ 0ക്കും 1നും ഇടയിൽ വേരി ചെയ്യുന്നു. ഫുള്ളി സാച്ചുറേറ്റഡ് ആകുമ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 1 ആയിരിക്കും. ഫുള്ളി ഡ്രൈ ആകുമ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 0 ആയിരിക്കും. നെക്സ്റ്റ് പഠിക്കാനുള്ളത് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ആണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ വോയിഡ്സ് ടു ടോട്ടൽ വോളിയം. ഇത് നമ്മൾ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് എയർ കണ്ടന്റ് ആണ്. എയർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് എയർ വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ആണ്. എയർ കണ്ടന്റും ഡിഗ്രി ഓഫ് സാച്ചുറേഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എയർ കണ്ടന്റ് ഈക്വൽ ടു 1 മൈനസ് എസ്. ഇത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ടേംസ് പഠിച്ചു, റിലേറ്റീവ് ഡെൻസിറ്റിയും റിലേറ്റീവ് കോമ്പാക്ഷനും. അതിൽ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം. റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ 0ക്കും 1നും ഇടയിലാണ് വേരി ചെയ്യുന്നത്. ഇ മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വോയിഡ് റേഷ്യോ ഇൻ ദി ലൂസസ്റ്റ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇ മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം വോയിഡ് റേഷ്യോ ഇൻ ദി ഡെൻസസ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ വോയിഡ് റേഷ്യോ. ഇനി റിലേറ്റീവ് കോമ്പാക്ഷൻ്റെ ഇക്വേഷൻ ആണ് ഗാമ ഡി ബൈ ഗാമ ഡി മാക്സിമം. റിലേറ്റീവ് കോമ്പാക്ഷൻ 80%-നും 100%-നും ഇടയിലാണ് വേരി ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മൾ കണ്ടുപിടിച്ച ഫങ്ഷണൽ റിലേഷൻഷിപ്സ് ആണ്. അതിൽ വോയിഡ് റേഷ്യോയും ജിയും ഒമേഗയും എസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇ ഈക്വൽ ടു ജി ഡബ്ല്യു ബൈ എസ്. ഡ്രൈ യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ ആണ് ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ ആണ് ജി പ്ലസ് ഇ ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. ഇവിടെ ജിയുടെ കൂടെ ഇയും കൂടെ വന്നിട്ടുണ്ട്.
ഇനി ബൾക്ക് യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ ആണ് G+ES ഗാമ W/1+E. ഈ ഇക്വേഷനിൽ എസിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. പിന്നെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഗാമ സാറ്റ് മൈനസ് ഗാമ W. അതായത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് മൈനസ് ചെയ്താലും മതി. ഓക്കെ. പിന്നെ അടുത്ത രണ്ട് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ഈക്വൽ ടു ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റ്, അല്ലെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഈക്വൽ ടു ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് W. ഓക്കെ ആണല്ലോ. പിന്നെ രണ്ട് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്? പെർസെന്റേജ് എയർ വോയിഡ്സ്. അപ്പൊ Na ഈക്വൽ ടു പോറോസിറ്റി ഇൻറ്റു എയർ കണ്ടന്റ് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. Na ഈക്വൽ ടു E/1+E ഇൻറ്റു 1 - എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, താങ്ക് യു.